ഓക്കെ, ഇന്നിപ്പോൾ പ്രതിപക്ഷം അതിനൊരു ഫ്രെയിമിനപ്പുറത്തേക്ക് കടന്നു എന്നുള്ള വാദമാണ് എനിക്കുള്ളത്. സാധാരണഗതിയിൽ ഒരു വൈകാരികമായ വിഷയങ്ങളിൽ എങ്ങനെയാണോ പ്രതിപക്ഷ സംഘടനകൾ പ്രതികരിക്കാറുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു. നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടനെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതുകൊണ്ടും സ്ഥാനാർത്ഥികളൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഒക്കെ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആ ഫ്രെയിമിനപ്പുറത്തേക്ക് കടന്ന് പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ എം പിയും എം എൽ എയും മോർച്ചറിയിൽ കയറി മൃതദേഹം എടുത്തുകൊണ്ടുപോയി. മോർച്ചറിയിൽ കയറി ഇൻക്വസ്റ്റ് നടത്തുന്ന മൃതദേഹം എടുത്തുകൊണ്ട് പോകുന്നൊന്നും ഞാൻ എൻ്റെ ഒരു മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അപ്പോൾ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. അപ്പോൾ അത് മൃതദേഹത്തോടുള്ള ഒരു അനാദരവ്, അതുപോലെ തന്നെ DCC പ്രസിഡന്റ് പോലീസുകാരനെ ഇങ്ങനെ തള്ളി കൊണ്ടുപോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ്. അതൊക്കെ അനിവാര്യമാണോ എന്നുള്ളത് പ്രതിപക്ഷ സംഘടനകൾ തന്നെ ആലോചിക്കട്ടെ. അക്കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ സമരമൊക്കെ ആവശ്യമാണ്, പല കാര്യങ്ങളിലും സമരം ആവശ്യമാണ്. ഇപ്പോൾ പൂക്കോടിൻ്റെ കാര്യത്തിനകത്ത് അവിടെ അരുൺ പറഞ്ഞതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു പൊതുജനാവബോധം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത്രയധികം നടപടികൾ ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ പ്രതിപക്ഷം സമരം ചെയ്തിട്ടൊന്നുമല്ല. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലേ ആയിട്ടുള്ളൂ പ്രത്യക്ഷ സമരത്തിലേക്ക് കയറിയിട്ട്. ഇന്നലെയൊക്കെ ആകുമ്പോൾ മിനിയാന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ മിനിയാന്നൊക്കെ ആകുമ്പോഴേക്കുമൊക്കെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിരിക്കുന്നു. ഡീനെതിരെയും VC-ക്കെതിരെയും നടപടിയായിരിക്കുന്നു. കാര്യത്തിൽ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒരു ലാത്തി ചാർജ് ഉണ്ടാക്കണം എന്ന് പോയി പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. മറ്റൊരു സമരം നമ്മൾ കണ്ടത് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടെ സമരമാണ്. അതും സ്വാഭാവികമായിട്ടും നടക്കേണ്ടതാണ്. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ തൈക്കാട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിൽ അവിടെ വിരുന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നു എന്നുള്ളത്. നമുക്ക് അവിടെ ബജറ്റ് തയ്യാറാക്കാൻ സഹകരിച്ച എല്ലാ സർക്കാർ ജീവനക്കാർക്കും അവിടുത്തെ ഒരു ഊണിന് വില 150 രൂപയായിരിക്കും. ഒരു മീൻകറി കൂട്ടിയിട്ടുള്ള ഊണിന് 150 രൂപയായിരിക്കും. അത് വലിയ ധൂർത്താണെന്ന് പറഞ്ഞ് സമരം നടത്തുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ശരിയാണ്, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായും കുറേ ജലപീരങ്കി വേണം, കുറേ ടിയർ ഗ്യാസ് വേണം, കുറേ ഗ്രനേഡ് വേണം, കുറേ ലാത്തി ചാർജ് വേണം. ആ നിലയിൽ ആ സമരം ആസൂത്രണം ചെയ്തതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇതൊന്നും തന്നെയും നിലവിലുള്ള പ്രതിസന്ധിക്ക് ആനുപാതികമായ സമരമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള സമരമാണ്. അത് പക്ഷേ മോർച്ചറിയിൽ പോയി ബോഡി എടുത്തു കൊണ്ടുപോവുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ കുടുംബാംഗങ്ങളുടെ കൂടി വൈകാരികത നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് എം പിയും എം എൽ എയും ആകുമ്പോൾ. അതേസമയം DCC പ്രസിഡന്റ് പോയി പോലീസുകാരനെ തള്ളുകയും പിടിച്ച് ഉന്തുകയൊക്കെ ചെയ്യുന്നതും വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. സാധാരണഗതിയിൽ മറുപക്ഷമായിരുന്നു ഇത്തരത്തിലുള്ള സമരം നടത്തുന്നതെങ്കിൽ എങ്ങനെയാണോ നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ UDF ആ നിലയിൽ സമരം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ തയ്യാറല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഫ്രെയിം ഒന്ന് ക്ലിയർ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ. Meet the editors.